ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും ആശവേ. തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിലാശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഇന്നത്തെ കുർബാനയിലെ സുവിശേഷ വചനം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങളാണ്. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിവേകിയും വിശ്വസ്തനുമായ കാര്യസ്ഥനാരാണ്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തൻ്റെ സകല സമ്പത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകുമെന്ന് ഉള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും. യജമാനൻ്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും. അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. ഇന്നത്തെ കുർബാനയിലെ സുവിശേഷ വചനങ്ങൾ, ഈ വചനങ്ങളുടെ വെളിച്ചത്തിലേക്ക്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇന്നത്തെ കുർബാനയ്ക്ക് മുമ്പ് തന്നെ നാം കടന്ന് ആ വചന വെളിച്ചത്തിൽ ബലി അർപ്പിക്കുക എന്നത് അനുഗ്രഹപ്രദമായ ഒരു അനുഭവമായിട്ട് തോന്നുന്നു. ഇന്നലത്തെ കുർബാന മധ്യയാണ് ഈ ചിന്ത അച്ഛൻ്റെ മനസ്സിൽ വന്നത്. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിൻ്റെ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛന് ആ അനുഗ്രഹം അല്ലെങ്കിൽ ആ പ്രചോദനം, ആ പ്രേരണ ലഭിച്ചിട്ട് അത് അനുസരിക്കാതിരുന്നാൽ, അതനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ അത് തെറ്റാകും. അതിനാൽ തന്നെ എന്നതുകൊണ്ടാണ് അച്ഛൻ ഇന്നലെ തന്നെ ഈ കാര്യം കുർബാനയുടെ അവസാന ഭാഗത്ത് പറഞ്ഞു വച്ചത്. കാരണം അതോട് ബന്ധപ്പെട്ട് 1-2 വചനങ്ങൾ അച്ഛൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. യാക്കോബ് 1:22 അവിടെ കർത്താവ് നമ്മോട് പറയുന്നത് വിശ്വാസം പ്രവൃത്തിയിൽ ആക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ്. യാക്കോബ് 4:17 പറയുന്നുണ്ട്, ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ആ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അച്ഛൻ ഇങ്ങനെ കാര്യം പറഞ്ഞത്. പ്രത്യേകിച്ച് മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ അങ്ങനെയൊരു നന്മ, അങ്ങനെയൊരു അനുഗ്രഹം ലഭിക്കുമ്പോൾ നമുക്കറിയാം, അമ്മമാർക്ക് ലഭിക്കുന്നതൊക്കെ
മക്കൾക്ക് വേണ്ടിയാണ്. എന്തെങ്കിലും ഒരമ്മ തൻ്റെ മക്കൾക്ക് നൽകാതെ പാത്തു വയ്ക്കുകയോ ഒളിച്ചു വയ്ക്കുകയോ കൂട്ടി വയ്ക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പന്മാർ പിന്നെയും ഒക്കെ സൂക്ഷിച്ചൊക്കെ വയ്ക്കും, പാത്തൊക്കെ വയ്ക്കും. പക്ഷെ അമ്മമാർക്ക് അങ്ങനെ മക്കൾക്ക് വേണ്ടി ഒന്നും കൊടുക്കാതെ സൂക്ഷിച്ചു വയ്ക്കാനാവില്ല. പുരോഹിതന് ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും ബാധ്യത ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ടത് നൽകുന്നുണ്ട്. ഈ വചനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ മനസ്സിൽ പതിഞ്ഞത് വീട്ടു ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ വരുമ്പോൾ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? അച്ഛൻ ഇന്നലെ തന്നെ 1 മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്നിരുന്ന് ഈ വചനം വായിച്ചിട്ട് അച്ഛനെ കിട്ടിയ ചിന്തകൾ ഇങ്ങനെ ലാപ്ടോപ്പിൽ കുറിച്ചു വെച്ചു. അച്ഛൻ ആദ്യം കുറിച്ചത് ആരൊക്കെയാണ് ഈ ഭവനത്തിലെ വേലക്കാർ. അതിലാദ്യം പറയുന്നത് വീട്ടു ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ. ഇംഗ്ലീഷിൽ സ്റ്റുവേർഡ് എന്ന് പറയും. ഈ കാര്യസ്ഥൻ, അതിൽ ആദ്യം തന്നെ ഈ വീട്ടിലെ കാര്യസ്ഥൻ ആരാണ്? ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയിലെ വികാരിയച്ഛനാണ്. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കുടുംബനാഥനും കുടുംബനാഥയുമാണ്. ഈ കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ എന്ന് പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ ദൈവഭവനം, ഇടവകയാകുന്ന ഭവനം, കുടുംബമാകുന്ന ഭവനം, നാടിൻ്റെ, രാഷ്ട്രത്തിൻ്റെ, ലോകത്തിൻ്റെ ഒക്കെ തലങ്ങളിലേക്ക് കടന്നാൽ വിശാല അർത്ഥങ്ങളുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇവിടെയൊക്കെ ആദ്യം തന്നെ ഭക്ഷണം നൽകണമെന്നാണ്. പുരോഹിതൻ നൽകേണ്ട ഭക്ഷണം, ഇടവകയിൽ നിന്ന് നൽകപ്പെടേണ്ട ഭക്ഷണം ഊട്ടുനേർച്ചയല്ല, സദ്യയല്ല. അതൊക്കെ ഇടവക സമൂഹത്തിൻ്റെ പ്രവർത്തന ഫലങ്ങളോട് ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. എന്നാൽ മനുഷ്യന് ആവശ്യമായ ഒരു ഇടവക സംവിധാനത്തോട്, വിശ്വാസ സംവിധാനത്തോട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി നൽകപ്പെടേണ്ട ഭക്ഷണം ദൈവവചനവും പരിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവുമാണ്. ഈ ഭക്ഷണം നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ ബാക്കി എന്തൊക്കെ ചെയ്തതുകൊണ്ടും യാതൊരു ഉപകാരവുമില്ല. ഈ ചിന്ത അച്ഛനെ എന്നും ജീവിതത്തിൽ ഭരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയാണ്. ഇനി ഇത് എല്ലാവർക്കും, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ യുവതി യുവാക്കന്മാർക്ക് മുതൽ ഭാര്യാഭർത്താക്കന്മാർക്ക്, മാതാപിതാക്കന്മാർക്ക്, പ്രായമുള്ളവർക്ക് എല്ലാം നൽകാനുള്ള കടമയുണ്ട്. അത് ലഭിക്കാൻ അവർക്ക് അവകാശവുമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഇതിൽ വീഴ്ച വരുന്നത്, ഏറ്റവും കൂടുതൽ ഇതാവശ്യമായിരിക്കുന്നവർക്കാണ് എന്നൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് ആവശ്യമായിരിക്കുന്നത് കുട്ടികൾക്കും വൃദ്ധർക്കുമാണ്. പെട്ടെന്നൊരു ഉദാഹരണത്തിന് ഓർക്കുന്നു. ഇപ്പോൾ കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിക്കാനുള്ള യത്നത്തിലാണ്. പോളിയോ മുതൽ പല രോഗങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായത് പോളിയോ വാക്സിൻ കുഞ്ഞുനാളിൽ നൽകിയതുകൊണ്ട്. ശിശുരോഗ വിദഗ്ധയായ ഗീതാ സിസ്റ്റർ അത് നന്നായിട്ടറിയാം. കുട്ടികളായിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ ദൈവവചനം നൽകപ്പെട്ടില്ലെങ്കിൽ, ദൈവവചനത്തിൻ്റെ വെളിച്ചം നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ, അതവർ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അവർ വലുതായി വലിയ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അവർക്ക് ഇതിൻ്റെ ബലക്ഷയം, ഇതിലെ പോരായ്മ, ഇതിൻ്റെ ഫലമായുള്ള വ്യക്തിത്വത്തിലെ വികലതകളെല്ലാം ഉണ്ടാകും.
ഇന്ന് വളരെയേറെ രാഷ്ട്രീയക്കാരിൽ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലോകം നിർവഹിക്കുന്നവരിൽ വന്നിരിക്കുന്ന അബദ്ധം ഇതാണെന്ന് പറയാം, ഈ പോരായ്മ ഇതാണെന്ന് പറയാം. അത് അവരുടെ കുറ്റമല്ല, സഭയുടെ കുറ്റമാണ്, നമ്മുടെ കുറ്റമാണ്. നാം നൽകേണ്ടത് നൽകേണ്ട സമയത്ത് നൽകിയില്ല എന്നതാണ്. ഇവിടെ അച്ഛൻ പെട്ടെന്ന് പരിശുദ്ധ അമ്മയെ ഓർക്കുകയാണ്. പരിശുദ്ധ അമ്മയിലേക്ക് ദൈവവചനവും വിശുദ്ധ കുർബാനയുടെ പൂർണ്ണതയായ യേശു തന്നെയും, ആദ്യത്തെ സഖറാരി അവളല്ലേ, പരിശുദ്ധാത്മാവും, ഇവ മൂന്നുമാണ് നൽകേണ്ടതെന്ന് അച്ഛൻ സൂചിപ്പിച്ചു. ഇവ നൽകപ്പെട്ടപ്പോൾ അവൾ ആദ്യം പോകുന്നത്, അവൾ പോകാൻ നിർബന്ധിതയാകുന്നത് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച ഈ കൊറോണ കാലത്ത് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന 2 തരത്തിലുള്ള ആളുകളുടെ അടുത്തേക്കാണ്. ഒന്ന് കുഞ്ഞുങ്ങളുടെ, ഒന്ന് വൃദ്ധരുടെ, അല്ലേ? പരിശുദ്ധ അമ്മ ആനയിക്കപ്പെടുന്നത് ഒന്ന് എലിശാമയുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ കാണാൻ, ആ കുഞ്ഞിനെ ആത്മാവ് കൊണ്ട് നിറയ്ക്കാൻ, അഭിഷേകം ചെയ്യാൻ. അതുപോലെ എലിശാമയെയും സഖറിയായെയും അവിടുത്തെ വചനം കൊണ്ട്, ജ്ഞാനം കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കാൻ. അതിൻ്റെ ഫലങ്ങളുണ്ടായി. ഇതിൻ്റെ ഫലം എന്താണ്? ലൂക്കാ 1:67 വ്യക്തതയോട് പറയുക. സഖറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു. ഏറെ കാലങ്ങൾ ദേവാലയത്തിലെ ശുശ്രൂഷ, ഒരാഴ്ച മുഴുവൻ ആ ശുശ്രൂഷയ്ക്ക് ഉപാർപ്പണത്തിനൊക്കെ പോയിട്ട് ലഭിക്കാത്തത് മറിയമെന്നൊരു പെൺകുട്ടിയുടെ സാന്നിധ്യത്തിലൂടെ, സഹവാസത്തിലൂടെ ലഭിക്കാനിടയായി എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരാഴ്ച മുഴുവനുമുള്ള പ്രാർത്ഥനകൾ കേൾക്കപ്പെടായി വേണ്ടി ദുഃഖവും ഭാരവും വേദനയും അനുഭവിച്ച എലീശാമ, അവൾ പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്, അവൾ പ്രവാചികയാവുകയാണ്. അവളുടെ കുഞ്ഞ് അതെ പരിശുദ്ധാത്മാവിൽ നിറയുന്നു, പ്രവാചകനാകുന്നു, പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മാതൃകയാകുന്നു, യേശുവിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ രക്തസാക്ഷിയായി മാറുകയാണ്. വിനയത്തിൻ്റെ, വിശുദ്ധിയുടെ, പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മനുഷ്യൻ, പ്രവാചകരിൽ പ്രവാചകൻ. ഇതൊക്കെ ആകുന്നത് പരിശുദ്ധ അമ്മയുടെ തൻ്റെ ജീവിതത്തിലേക്ക് തനിക്ക് ദൈവം നൽകിയ നന്മകൾ അത് വിശ്വസ്തയും വിവേകിയുമായി നൽകാനായിട്ട് ആ അമ്മ മാതൃത്വത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ പ്രേരിതയായപ്പോൾ അത് സ്വീകരിച്ചതിലൂടെയാണ്, അതനുസരിച്ച് പ്രവർത്തിച്ചതിലൂടെയാണ്. യാക്കോബ് 1:22 ആരംഭത്തിൽ സൂചിപ്പിച്ചു, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാവുക. അങ്ങനെ പ്രവർത്തിക്കാൻ അവൾ മനസ്സ് വെച്ചപ്പോൾ അവളിൽ പരിശുദ്ധ ത്രിത്വം തന്നെ നിറഞ്ഞു. അവൾ ചെന്നിടങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഇടങ്ങളായി മാറുകയായിരുന്നു. ഇതാണ് നാം, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയാണ് നാം പരിശുദ്ധ അമ്മ നമ്മെ അവിടുത്തെ അടുക്കലിരുത്തി മക്കളെന്ന രീതിയിൽ അഭ്യസിപ്പിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ, കത്തോലിക്ക കുടുംബങ്ങൾ, കേരളത്തിലെ കത്തോലിക്ക കുടുംബങ്ങൾ ഈ പരിശീലനം ലഭിച്ച കുടുംബങ്ങളായതുകൊണ്ടാണ് ഈ വലിയ പാരമ്പര്യവും ഈ ശക്തിയും ഈ ദൈവവിളിയുടെ സ്രോതസ്സും ഈ ഒഴുക്കുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായത്. അതിന് തലമുറകളായി നമ്മുടെ പൂർവികരോട് നാം കടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വളരെയേറെ അന്യം നിന്ന് പോയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അല്പം വേദനയോടെ സൂചിപ്പിച്ചു, ഈ കൊറോണ കാലത്ത് വിശ്വാസ പരിശീലനത്തിലേർപ്പെട്ട കുട്ടികളിൽ ഒരാൾ പോലും 6 മാസത്തെ കൊറോണ കാലത്ത് വിശ്വാസ പരിശീലന തലങ്ങളിലുള്ള ഒരു കുട്ടി പോലും നമ്മുടെ ദേവാലയത്തിൽ വന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വേദന. ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് അതിന് 15 മിനിറ്റ് മുമ്പ് വരണമെന്ന നിർബന്ധവും കാര്യങ്ങളുമൊക്കെ നൂറ്റാണ്ടുകളെന്ന് പറയാൻ പറ്റില്ലെങ്കിലും 10-40 കൊല്ലമായിട്ട് എല്ലാ ഇടവയിലും നിർബന്ധമായിട്ട് പാലിക്കപ്പെടുന്നതാണ്.
ഇതൊക്കെ ഈ പാരമ്പര്യത്തിലൊക്കെ വളർന്ന മാതാപിതാക്കന്മാരാണ് ഈ നാട്ടിലുള്ളത്. അവരുടെ മക്കൾ ഇങ്ങനെ അവസരം ലഭിച്ചപ്പോൾ പതുക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന അവസ്ഥ. ഇന്ന് വന്നിരിക്കുന്ന ആ 2 കുഞ്ഞുങ്ങളോട് അച്ഛൻ ഇന്നലെ കുർബാനയുടെ കാര്യം പറയാമെന്നപ്പോൾ പറഞ്ഞ മക്കളെ നിങ്ങൾ നാളെ കുർബാനയ്ക്ക് പോരെയെന്ന് പറഞ്ഞതുകൊണ്ട് വന്നതാണ്. അപ്പം ഏറ്റവും അധികം വേദനിക്കേണ്ടതാണ് ഈ കൊറോണ കാലം. നമ്മളറിയാതെ നമ്മുടെ ആത്മാവിനെയാണ് യഥാർത്ഥ കൊറോണ ബാധിച്ചിരിക്കുന്നത്. ആ ആത്മീയ കൊറോണയുടെ വൈറസ് ഈ മീഡിയകളും അതോട് ബന്ധപ്പെട്ടുള്ള മേഖലകളുമൊക്കെയാണ് നമ്മുടെ ആത്മാവിൽ വിതറിയിരിക്കുന്നത്. ഈശോ പറഞ്ഞു, ശരീരത്തെ കൊല്ലുന്നതിനേക്കാൾ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത നിങ്ങൾ ഭയപ്പെടേണ്ട. ഒന്നുകൂടി കടുത്ത വേദന അച്ഛനൊക്കെ മനസ്സിൽ കഴിഞ്ഞ ദിവസം തോന്നിയതും കൂടി ഒന്ന് പങ്കുവയ്ക്കാതിരുന്നാൽ പോരായ്മയാണ് തോന്നുന്നത്. ക്ഷമിക്കണം, അച്ഛൻ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് പറയുന്നതാണ്. മിനിഞ്ഞാന്നത്തെ കുർബാനയുടെ നേരത്താണ് എങ്കിലും ഇച്ചിരി കടുപ്പം കൂടിയതായതുകൊണ്ട് അച്ഛൻ പറയാതിരുന്നതാണ്. അതായത് കൊറോണ ബാധിച്ച് മരിച്ചാൽ പള്ളിയകത്ത് പോലും ഡെഡ് ബോഡി കയറ്റുന്നില്ല എന്നെങ്കിൽ ഓർത്തി കൊറോണ കാലത്ത് നിന്ന് പള്ളിയിൽ വരുന്നത് നല്ലതാണ്. മനസ്സിലായോ? പള്ളിയകത്ത് പോലും ആ ഡെഡ് ബോഡി കയറ്റുന്നില്ല എന്ന് ഓർത്തെങ്കിലും ഈ കൊറോണ കാലത്ത് എന്തെങ്കിലും ഒന്ന് പള്ളിയിൽ ഒന്ന് തമ്പുരാൻ്റെ അടുത്തിരുന്ന് കർത്താവേ, ഞങ്ങളുടെ തെറ്റുകൾ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങളുടെ തിരുരക്തത്തിൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ബലിയർപ്പിക്കാൻ ഒരുങ്ങുമ്പോഴും ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിറയട്ടെ. അച്ഛൻ പറഞ്ഞു ഇന്നലെ ഈ വചനഭാഗം വെച്ച് 1 മണിക്കൂർ ഈശോയുടെ മുമ്പിൽ നിന്നപ്പോൾ ലഭിച്ച കാര്യങ്ങൾ അച്ഛൻ ഇതിൽ കുറിച്ചു എന്ന്. അതിലാദ്യൊരു വാചകം മാത്രമേ അച്ഛൻ ഇതിൽ നോക്കി പറഞ്ഞുള്ളൂ. പിന്നെയൊക്കെ തമ്മിലും തോന്നിച്ച കാര്യങ്ങളാണ്. നമുക്ക് ബലി ആരംഭിക്കാം, പ്രവേശന ഗീതം ആരംഭിക്കാം. അർപ്പിക്കാനായി
സ്നേഹം തിരികെ ഞാൻ എല്ലാം ക്ഷണിക്കുന്ന സ്നേഹം അർപ്പിക്കാനായി ഞാൻ വരുന്നു. എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാനസ
നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ. നേരായൊരു മാനസം തീർത്തരുളിൽ ദേവാ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങിനമിക്കുന്നു. ഈശോരാജാവിനോടെ നിന്നെ നമിച്ചുപുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നത ഉദ്ധാനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വയുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവന സർവേശ, പരിപാവന ബലവാനേ, പരിപാവന അമർത്യനേ, നിൻ കൃപകൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഗുരുആശീർവദിച്ചു. മിശിഹായെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു. അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? എന്ത് ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്ന പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹൃദയവീണകളേറ്റുപാടും സ്നേഹസംഗീതം വചനകീർത്തനം
സ്നേഹസുവിശേഷം ഹൃദയവീണകളേറ്റു പാടും സ്നേഹസംഗീതം വചനകീർത്തനധാരചൊരിയും സ്നേഹസുവിശേഷം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 48 വരെ തിരുവചനങ്ങൾ. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കുന്നു. എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും. യജമാനന്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായി തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും. അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങയെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താമ്പോർ മറയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അങ്ങയുടെ മഹത്വം കൊണ്ട് ഭീതിപൂർണ്ണ വത്സര ശിഷ്യന്മാരെ ഏർപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണനായി അങ്ങ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ അങ്ങയെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവിടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും മാർ ആന്റണി മെത്രാപ്പോലിത്തായെയും സഭാധ്യക്ഷന്മാരേവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ധ്യാനവും പ്രതീക്ഷയുമായ മിശിഹായെ, അങ്ങ് കുരിശടയാളത്തോടുകൂടെ വാനമേഖലയിൽ ആഗതനാകുമ്പോൾ അങ്ങയുടെ വലത്ത് ഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
നിമിഷം തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. ഇന്നലെ മുരുങ്ങൂർ പള്ളിയിൽ വികാരിച്ചിനെ വിളിച്ചിരുന്നു. അവിടെ ഇതിനകം 16 കൊറോണ രോഗികളായിട്ട് രോഗാംഗങ്ങളായിട്ടുണ്ടായി. നമ്മുടെ ഇടവയിൽ 6 മാസമായിട്ട് നമ്മുടെ ഇടവാങ്ങൾ ഒരാൾ പോലും കൊറോണ രോഗത്തിന് അടിപ്പെട്ടില്ല എന്ന വലിയ അനുഗ്രഹത്തിന് അനുഭവം ഓർക്കുകയാണ്. പ്രത്യേകിച്ചും വെള്ളപ്പൊക്കം പോലെ വന്ന കാലത്ത് നമ്മുടെ പാടത്തൊക്കെ വെള്ളം നിറഞ്ഞപ്പോൾ ഒരാങ്ങള പെങ്ങളെ പിടിച്ച് വള്ളത്തിൽ കയറ്റിയ അനുഭവമുണ്ട്. ആങ്ങളയുടെ ഭാര്യ, മക്കൾ ഒക്കെ കൊറോണ രോഗികളായി. പിറ്റേ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ആ പെങ്ങൾക്ക്, നമ്മുടെ ഇടവഴിയിലുള്ള പെങ്ങൾക്ക് കൊറോണ രോഗം ബാധിച്ചില്ല. ഇന്ന് ആ പെങ്ങൾ കൂടി പള്ളിയിലുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുകയാണ്. 3 ദിവസം 3 പ്രാവശ്യം അച്ഛൻ വിശുദ്ധ കുർബാനയും കൊണ്ട് നമ്മുടെ ഇടവഴിയിൽ കൊറോണ ബാധിച്ച ആദ്യ ആഴ്ചകളിൽ ഓരോ ആഴ്ചയിൽ മാറി മാറി യാത്ര ചെയ്തപ്പോൾ ഒരു പ്രാവശ്യം അവരുടെ വീടിൻ്റെ മുമ്പിലൂടെ ഉൾപ്പെടെ പോകാൻ പ്രേരിതമായതും പോയതും അച്ഛൻ പ്രത്യേകം ഓർക്കുകയാണ്. അച്ഛനെ സൂചിപ്പിക്കുക, അവരെ കണ്ടപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്തതുകൊണ്ട് തമ്പുരാന് പ്രത്യേകം നന്ദി പറയാൻ വേണ്ടിയാണ്, കൂടുതലൊന്നും പറയാൻ വേണ്ടിയല്ല. ദൈവമേ, അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണേ. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. അത്യുന്നതൻ്റെ വസിക്കുന്നവൻ്റെ സംരക്ഷണ വലയത്തിൽ ജീവിക്കാൻ കഴിയുക വലിയൊരു അനുഗ്രഹമാണ് നാളിതുവരെ. അങ്ങനെ ദൈവം ഞങ്ങൾ സംരക്ഷിച്ചതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞതയുടെ ബലിയായി ബലി നമുക്ക് അർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവ്, ഈ ദിവ്യ ആത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിൽ വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അങ്ങേ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാണ്. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവെ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെയും അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഇസ്രായേലിൻ നായക, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാൻ തേടുന്നു. എന്റെയും സർവ്വവും നിന്റെ മുൻപിലായിക. സ്വീകരിക്കണമേ പ്രഭോ. കാറ്റിലുലയും തോണി പോലെ ജീവിതം വളയും വേളയിലെ സാന്ത്വനം നൽകാൻ വരേണമേ. അങ്ങേ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയെ ആചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ
കർത്താവെ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവെ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ പാപിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവം യോഗ്യനാക്കി. അങ്ങയുടെ അജഗണമായ ജനത്തിൻ്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവൻ്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകോടിന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ പരികരണത്തിന് ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാൻ നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ദൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാന സമ്മതമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ, നിത്യം ആരാധ്യൻ.
ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യവും മഹനീയവുമായ നാമം എല്ലാ അധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗവാസികളോട് എത്തിച്ച അങ്ങയുടെ കാരുണ്യത്തിന് സ്തുതി. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടുകൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ
കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാനയെ സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയെ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിൽ ഈ ഇടവക മുഴുവനും വേണ്ടിയും ലോകം മുഴുവനുമുള്ള എല്ലാ കൊറോണ രോഗികൾക്ക് വേണ്ടിയും അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ബലഹീനനും ഭാവിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും
സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വെറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധമനോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. പരിമള സസ്യങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും നാഥ വാഗ്ദാന പേടകത്തിൻ്റെ കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ അഹരോൻ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപവും അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ സ്നേഹത്തിൻ്റെ ദിവ്യപരിമളത്താലിനെ സുഗന്ധപൂരിതനാക്കണമേ. വഴി തെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയനായ കർത്താവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകനെയും അങ്ങയുടെ കാരുണ്യം കാത്തു നിൽക്കുന്ന ഈ ജനങ്ങളെയും സുഗന്ധപൂരിതരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കല്ലറയുടെ സാദൃശ്യമായ ഈ വിശുദ്ധ ബലിപീഠത്തെയും സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായ, അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിറവാകുന്ന ശരണത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങളെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി
സ്വീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവദനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും ദൈവപുത്രന്റെ മരണം വഴി കുരിശ് വിജയം വരിച്ചു. കുരിശാകുന്നതായ മഹത്വത്തിലേച്ചാലും കുരിശിലെ കടലിൽ നമുക്ക് അഭയം തേടാം. ക്രൈസ്തവന്റെ വടവാണം സ്നേഹത്തിലെ ഉദാഹരണമായ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ ബലി വഴി രക്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശോ മിശിഹായുടെ പ്രസാദവരും നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, ഇതാ നമുക്കായി സ്വർഗീയ വിരുന്ന് ഒരുക്കിയിരിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുന്ന നമ്മെ ദൈവം എന്നേക്കുമായി തന്റെ രാജ്യത്തിന് അവകാശികളാക്കട്ടെ. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ അലിവോടെ നേത്തോടെ അതുമാത്രമാണെൻ്റെ ആശ. ഏതോ ഓരന്നതൻ കയ്യാ അന്ന രൂപം ലഭിച്ചോരപ്പം നിൻ കയ്യിൽ കുർബാനയായി
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പാവനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞങ്ങൾ സ്വീകരിച്ചായിക്കുവാൻ കടങ്ങളുടെ മുറിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, ദിവസത്തോറും എടുക്കുന്ന അവരുടെ പോഷകരങ്ങളെ മലിനമാകാതെ കാക്കണമേ. നിർമ്മലമായ വാക്കുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയമുദ്ര പരിശോധിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളെ നടിച്ചുകയും വിശുദ്ധമായ വാക്കുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലവരുടെ ആനന്ദവും ആശ്വാസവും പരജീവിത സൗഭാഗ്യത്തിലെ ഗൗരവമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക്